ഹായ്, ഇതുവരെയും ഫ്രഞ്ച് ബ്രൈഡ് ചെയ്യാൻ അറിയില്ലേ? എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. വളരെ ഭംഗിയായിട്ടും ഈസി ആയിട്ടും എങ്ങനെ ഫ്രഞ്ച് ബ്രൈഡ് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനായി മുടി നന്നായി കോംബ് ചെയ്ത് പാർട്ടീഷൻ ചെയ്ത് സൈഡ് പാർട്ടീഷനോ സെൻറ്റർ പാർട്ടീഷനോ ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ നമ്മൾ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടാണ് ബ്രൈഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി വരുന്ന ഹെയർ നമ്മൾ പുറകിൽ ടൈ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ബ്രൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്ത ഹെയറിൽ നിന്നും കുറച്ച് ഹെയർ എടുത്തതിന് ശേഷം സാധാരണ ബ്രൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം നമ്മൾ സാധാരണ ബ്രൈഡ് ചെയ്യുന്ന പോലെ ചെയ്യുക. അതിനുശേഷം നമ്മൾ രണ്ടാമത് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ഫോർഹെഡിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ഹെയർ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല എളുപ്പമായിട്ട് എങ്ങനെ ചെയ്യാമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കോംബ് യൂസ് ചെയ്യുന്നത്. കോംബ് യൂസ് ചെയ്ത് ചെയ്യുമ്പം വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ചെറിയ ചെറിയ ഇഴകളായിട്ടും നമുക്ക് ബ്രൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര ലെങ്ത് വരെ വേണോ അതുവരെ നമുക്ക് ബ്രൈഡ് ചെയ്യാം. ഞാൻ ചെവിയുടെ ആ ഒരു മേൽഭാഗം വരെ മാത്രമാണ് ബ്രൈഡ് ചെയ്തിരിക്കുന്നത്. ശേഷം നമ്മൾ അതൊക്കെ ഒന്ന് പുൾ ചെയ്ത് കൊടുക്കുക. പുൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തത് ഒന്നുകൂടി എടുത്ത് കാണിക്കും, കുറച്ചുകൂടി ഫ്ലഫി ആയിട്ട് തോന്നിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പുൾ ചെയ്യുന്നത്. ശേഷം ബ്രൈഡ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പുറകിൽ സെക്യൂർ ചെയ്ത് വെക്കാം. ഹായ്, രണ്ട് സൈഡിൽ നിന്നും മുടി ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഫ്രഞ്ച് ബ്രൈഡ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം മുടി നന്നായി കോംബ് ചെയ്ത് പാർട്ടീഷൻ ചെയ്യുക. ഇവിടെ സൈഡ് പാർട്ടീഷനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആവശ്യമില്ലാത്ത മുടി നമ്മൾ ബാക്കിൽ ഉറപ്പായിട്ടും ടൈ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ബ്രൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സ്ട്രാ മുടി വന്ന് കയറുമ്പോൾ ഒരു നീറ്റ്നെസ് ഉണ്ടായിരിക്കില്ല. ഇനി നമ്മൾ ബ്രൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്ത ഭാഗത്ത് നിന്നും ചെറിയ സെക്ഷൻ മുടി എടുത്തതിന് ശേഷം സാധാരണ നമ്മൾ ബ്രൈഡ് ചെയ്യുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തിട്ട് രണ്ടാമത് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഭാഗത്തു നിന്ന് കുറച്ച് മുടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും ഈ കാണുന്ന പോലെ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സൈഡിൽ നിന്ന് നമ്മൾ ഫോർഹെഡിൻ്റെ ഭാഗത്തു നിന്ന് മുടി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും കുറേശ്ശെ മുടി ബ്രൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്ത് ബ്രൈഡ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സാധാരണ രീതിയിൽ ഫ്രഞ്ച് ബ്രൈഡൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കോംബ് യൂസ് ചെയ്തിട്ടാണ് ഹെയർ ആഡ് ചെയ്യാറുള്ളത്. അതാകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയിലും വൃത്തിയിലും ചെറിയ ചെറിയ ഇഴകളായിട്ടൊക്കെ ഹെയർ കിട്ടാറുണ്ട്. കോംബ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൈകൊണ്ടാണ് ചെയ്യണത് ഇഷ്ടമെങ്കിൽ അങ്ങനെ കൈകൊണ്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ മുടി രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ ബ്രൈഡ് ഏകദേശം കംപ്ലീറ്റ് ആയി തുടങ്ങി. നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്ത ഭാഗങ്ങളൊന്ന് പുള്ളി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതാകുമ്പോൾ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി എടുത്ത് കാണിക്കാനും ഒന്നുകൂടി ഫ്ലഫി ആയിട്ട് തോന്നിക്കാനൊക്കെ സഹായിക്കും ഈ പുള്ളി ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത് വരെ നമുക്ക് ബ്രൈഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെവിയുടെ മേൽഭാഗം വരെ മാത്രമാണ് ബ്രൈഡ് ചെയ്യുന്നത്.
അതിനുശേഷം നമ്മൾ സാധാരണ ബ്രൈഡ് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ കംപ്ലീറ്റ് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കാം. ഞാൻ ഇവിടെ പോണിറ്റെയിൽ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ട്വിസ്റ്റ് ചെയ്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ആദ്യം കുറച്ച് ഹെയർ എടുക്കുക. അതിനുശേഷം സാധാരണ ബ്രൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ സൈഡിൽ നിന്ന് കുറച്ച് ഹെയർ ആഡ് ചെയ്ത് കൊടുക്കുക. മറ്റേ സൈഡിലും ചെയ്യുമ്പോൾ അതേപോലെ കുറച്ച് ഹെയർ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ബ്രൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹെയർ ആഡ് ചെയ്ത് ബ്രൈഡ് കംപ്ലീറ്റ് ചെയ്യുക. ഹെയർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാധാരണ ബ്രൈഡ് ചെയ്യുന്ന പോലെ ബ്രൈഡ് ചെയ്ത് എത്ര ലെങ്ത്ത് വേണോ അതുവരെ ബ്രൈഡ് ചെയ്ത് ടൈ ചെയ്ത് വെക്കാം.